ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതിനിടയ്ക്ക് വെളുത്ത എള്ളിൻ്റെ മിഠായി ഉണ്ടാക്കിയിട്ടില്ലേ? എള്ള് എന്താ പറയുക, എള്ളുണ്ട മിഠായി. അപ്പോൾ ഇപ്പോൾ കടലേൻ്റെയാണ്, നിലക്കടലേൻ്റെ. അപ്പോൾ നിലക്കടല വറുത്ത് നല്ല പാകമായതിന് ശേഷം അതിൻ്റെ പുറമത്തെ ചൂളി, നമ്മൾ ചിൽക്ക എന്ന് പറയും ഇവിടെ, അതൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 250 ഗ്രാം കടല എടുത്താൽ ഇത്രയും ഉണ്ടാവും കേട്ടോ, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റീൽ പ്ലേറ്റിൽ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പരത്തിയിരിക്കുന്നത്. അപ്പോൾ 250 ഗ്രാം കടല തൊലി കളഞ്ഞത്, അത് നമ്മൾ തൊലി കളയുമ്പോൾ മൂവന ഉണ്ടാവുക. അതിനെ രണ്ടാക്കണ്ടിക്കിൽ നമ്മൾ ചപ്പാത്തി കോലുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കൂടി ആക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരേപോലെ രണ്ടായി വരും, പൊടിയൊന്നും ചെയ്യാണ്ട്. അങ്ങനെ ചെയ്യും. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഒരു 2 സ്പൂണ് നിറയെ നെയ്യ് ഒഴിക്കും. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മളൊരു 250 ഗ്രാമിനാണെങ്കിൽ, നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരല്ലാണെങ്കിൽ ഒരു 7-8 അല്ലെങ്കിൽ കൂടിയൊന്നൊരു 10 ആണി വെല്ലം. അത് വെല്ലം എങ്ങനെ ചേർക്കുന്നത് വെച്ചാൽ, നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിലല്ലേ വെല്ലത്തിൻ്റെ വലിപ്പം ഉണ്ടാകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പാളികൾ പോലെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നവരാകുമ്പോൾ പറയാം. പിന്നെ കൃത്യമായ അളവൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഏകദേശം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രമേ പറയുന്ന, അളവുകളല്ല. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ ഈ വെല്ലം ഇട്ടിട്ട് ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് കറുത്ത് ടേസ്റ്റ് മാറും. അങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഉറ്റിച്ച് നോക്കുമ്പോൾ, വെള്ളത്തിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതിലേക്ക് കടലിട്ട് ഇളക്കി, പിന്നെ നെയ്യ് പുരട്ടി വെച്ച സ്റ്റീലിൻ്റെ പാത്രം, കമഴ്ത്തി വെച്ച സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ മേലേക്ക് ഇട്ട് ചപ്പാത്തി കോലിനും നെയ്യ് തേച്ച് പരത്തിയെടുക്കുക. ചൂടോടെ തന്നെ കഷ്ണങ്ങളാക്കി, പിന്നെ അതിൻ്റെ ഏതാ ആകൃതി വേണ്ട ഉണ്ടയാണെങ്കിൽ അങ്ങനെ പരന്നിട്ടാണ് അങ്ങനെയാക്കി പിന്നെ എടുത്ത് വെക്കുക. നല്ല ടേസ്റ്റാണ്, കറുമുറ നല്ല ഫ്രഷ് ടേസ്റ്റ്. ഇനിയിപ്പോൾ ഏലക്കര ടേസ്റ്റ് വേണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിളക്കാണ് അതിന്, നല്ല എന്താ പറയുക, ഗ്ലാസി ഫിനിഷാ അല്ല ഗ്ലോസി ഫിനിഷാ, അങ്ങനെയാണ് നമ്മൾ ടൈൽസിനെല്ലാം പറയുന്നതല്ല. അങ്ങനെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഗജക് ഭണ്ഡാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ സമയത്ത് സീസണിൽ ഇവർ കടകൾ തുറക്കും. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, എള്ളിൻ്റെ കടലേൻ്റെ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഇത് നമ്മളെ ശരീരത്തിന് തണുപ്പ് സമയമല്ലേ, നല്ല ചൂട് തരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു, ഞാൻ പറയില്ലേ, അത്ര ഇഷ്ടം തോന്നില്ല. വീട്ടിൽ നിന്ന് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ അതിൻ്റെ ഒരു വൃത്തീൻ്റെ കാര്യമൊന്നും പിന്നെ നോക്കണ്ടല്ലോ. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും, സ്റ്റോക്ക് ഫ്രഷ് ആയിട്ട്. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ ഇന്ന് നാളെയും കഴിക്കും. പിന്നെ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കിൽ മാത്രം ഉണ്ടാക്കി, അങ്ങനെ കുറേ ദിവസത്തേക്ക് അങ്ങനെ വെക്കില്ല, കുറച്ചായിട്ട് ഉണ്ടാക്കും. അപ്പോൾ നാട്ടിലും ചെറിയ തണുപ്പൊക്കെ ഇല്ലേ? ഇനിയിപ്പോൾ തണുപ്പല്ലെങ്കിലും നമ്മളിതിനെ പറയുന്ന, നമ്മളവിടെ പറയുന്ന, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കള്ളക്ക മുട്ടായി എന്ന് പറയും. കടല എന്നുള്ളതിന് കള്ളക്ക എന്ന് പറയും. അങ്ങനെ ശ്രീയേട്ടൻ്റെ നാട്ടിൽ പറയുന്ന അഭ്യർത്ഥിക്കട്ടെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് വേറെ എന്തെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു.